പ്രിയമുള്ളവരെ നമസ്കാരം. ചായ കുടിക്കുകയാണ് 4 മണിയിലത്തെ. വീട്ടിലാണ്. ഇതപ്പം അങ്ങോട്ട് വീട്ടിലെത്തിയുള്ളൂ. ഒരു പുതിയ പണി ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾക്ക് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ എത്തിയുള്ളൂ, കുറച്ച് മുൻപ് എത്തിയുള്ളൂ. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കലും ചായ കുടിക്കലൊക്കെ ഒരുമിച്ചായിപ്പോയി. ഉച്ചയ്ക്ക് കഴിച്ചില്ല, രാവിലെ കഴിച്ചില്ല. എന്നിട്ടിപ്പോൾ വീട്ടിലെത്തിയിട്ടാണ് കഴിക്കുന്നത്. ഇപ്പോൾ ചായ കുടിയിലാണ്. വേണ്ട, ഇവിടെ ഒരാളുണ്ട്, കയ്യാണിക്ക്. അപ്പോൾ അതല്ല കഴിക്കാൻ എന്തൊക്കെ? ബിസ്ക്കറ്റ്. ഏത് ഹാരറൂട്ടോ? അതായി ബിസ്ക്കറ്റ്. എന്താ മേരി, എന്താ മാരി, സോറി. പിന്നെന്താ മിച്ചർ, പിന്നെ മുറുക്ക്. ഇതിലെന്താ? ഇവിടെ നോട്ടെ, കായത്തില ചിപ്സ്. കഴിഞ്ഞ ചിപ്സിൻ്റെ കവറാണ്. ചിപ്സ് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? ഭയങ്കര ഇഷ്ടമാണ്. അത് കിട്ടില്ല ഇവിടെ. ബിസ്ക്കറ്റൊന്നും ഇഷ്ടമല്ല. ബിസ്ക്കറ്റ് ഞാൻ കഴിക്കാം, മധുരമുള്ളതല്ല. നമുക്ക് ചിപ്സ് ഒന്നും കിട്ടില്ല. ചിപ്സ് കൂടെ കൊടുന്നു കഴിഞ്ഞാൽ നിമിഷം നേരം കൊണ്ട് കാലിയാക്കും. ഏറ്റവും ഇഷ്ടമുള്ള ഒരു പലഹാരമാണ്. അല്ല, എന്താ പറയുക, ഇതിനെന്തോ പറയുക അല്ലേ? ചായക്കടിയാണ്. പിന്നെ ഇത് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ചായ കുടിക്കുമ്പോൾ ഇത്രയും സാധനങ്ങളുണ്ടല്ലോ കഴിക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ ഇത് ഞങ്ങൾ വാങ്ങിയതല്ല. വിഷുവിന് മോളുടെ വീട്ടുകാർ, അതായത് മരുമോൻ്റെ വീട്ടുകാർ വന്ന സമയത്ത് അവർ കൊണ്ടുവന്നതാണ്. പിന്നെ തിരിച്ച് മോള് പോകുമ്പോൾ കുറച്ച് കൊണ്ടായി. കാരണം ഇവിടെ കുട്ടികളൊന്നും ഇല്ലല്ലോ, ഞങ്ങൾ തന്നെയല്ലേ ഉള്ളൂ. ഞാനൊന്നും ചിലപ്പോൾ വീട്ടിലെത്തിയ ചായയുടെ സമയത്ത് എത്തി ഇല്ലെങ്കിൽ ഇല്ല. പിന്നെ ഇവള് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അമ്മയും മാത്രമേ. അമ്മ ഇരിക്കുന്നു. അമ്മ എന്തോ ആലോചിച്ചിട്ടാണ് ഇരിക്കുന്നത്. ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പല്ലില്ലാത്ത വായയും കൊണ്ട് ഇങ്ങനെ ചമയ്ക്കുന്നുണ്ട്. എന്താ ചമയ്ക്കണമെന്ന് അറിയില്ല. ആൾക്ക് ബിസ്ക്കറ്റാ. ആൾക്ക് അങ്ങനെ ബിസ്ക്കറ്റാ കഴിക്കുന്നു. ആൾക്ക് മധുരം അങ്ങനെ പറ്റില്ല. ഷുഗറൊക്കെ ഉള്ള ആളാണ്. പക്ഷെ എന്നാലും മധുരമുള്ള കണ്ട അങ്ങനെ പെട്ടെന്നൊന്നും വിടില്ല. പഴംപൊരിയൊക്കെ കഴിക്കും. വേർത്ത് കുളിച്ചിരിക്കുകയാണ്. ചൂടായിട്ട് ഇങ്ങനെ ഹീറ്റായിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഷർട്ട് ഇടാത്തത്. ബോഡി കാണിച്ചു എന്നൊന്നും ആരും പറയരുത്. പിന്നെ ഇപ്പം എൻ്റെയൊക്കെ പൊടി, ചതിൽ പിടിച്ച പൊടി ആര് കണ്ടിട്ട് എന്ത് ചെയ്യാനാ? ഇല്ലടി. ഇവർക്കടക്കം ഈ ബോഡിനോട് താല്പര്യമില്ല. എന്താ അയ്യോ, ഒരു ചന്തമില്ല എന്നാണ് പറയാറ്. ഒരു വൃത്തിയില്ലാത്തൊരു ശരീരം എന്നൊക്കെ പറയാറ്. പക്ഷെ നമുക്ക് വയറൊന്നുമില്ല കേട്ടോ, തൊന്തി വയറൊന്നുമില്ല. അതിനൊരു സമാധാനം. സ്ലിമ്മാണ് എപ്പോഴും. അത് കുട്ടിക്കാലം മുതൽക്ക് അങ്ങനെ തന്നെ. അപ്പോൾ പിന്നെന്താ, ഉച്ചയ്ക്ക് കറി എന്തായിരുന്നു? കുമ്പളങ്ങി മാങ്ങി. ഇന്നലെ കണിവെള്ളരിക്കയും മാങ്ങി. ഇന്ന് കുമ്പളങ്ങിയും മാങ്ങി. ഇതൊക്കെ ആയിരുന്നു. അതിന് ശേഷം എരിവ് കൂടുതലാട്ടോ കറിക്ക്. ഇത് ശ്രദ്ധിച്ചോളണം. ഉണക്കമുളക് കിട്ടോ, എന്ത് മുളക് കിട്ടാലോ. അപ്പോൾ ഇവിടെ ചായ കൂടി ഇപ്പോൾ എല്ലാ ദിവസമൊന്നും ഇങ്ങനെ ഇല്ല. ചിലപ്പോൾ ഉണ്ടാവും, എനിക്ക് അവിടെ എടുത്തു വെച്ചിട്ടുണ്ടാവും. പിന്നെ ചിലപ്പോൾ അങ്ങനെ ഒരുമിച്ചുണ്ടെങ്കിൽ കഴിക്കുന്നു മാത്രം. വീട്ടിലെ വിശേഷങ്ങൾ ഒരു വീഡിയോ വേറൊന്നും ഇടാല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇടുകയാണ്. ഹാപ്പി ആയിട്ടിരിക്കണു, സന്തോഷമായിട്ടിരിക്കണു എന്നുള്ള അറിയിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും പറയാമല്ല. മോളും മരുമോനൊക്കെ ഇന്നലെ പോയില്ലേ? ഇന്നലെ ഉച്ചയ്ക്ക് പോയി. പിന്നെ ഇന്നിപ്പോൾ മോളുടെ അടുത്ത് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. പണി സ്ഥലത്ത് പോയിട്ട് അങ്ങനെ മോളുടെ വീട്ടിൽ പോയി. അവൾ ഊണ് കഴിച്ചിട്ട് പോകാനൊക്കെ പറഞ്ഞതാണ്. കഴിച്ചില്ല, ഇവിടെ വന്നിട്ടാണ് കഴിച്ചത്. 2 ദിവസമായിട്ട് ഇടുപ്പ് മുതു ഞെട്ടിയിട്ട് നീർക്കെട്ടിൻ്റെ അതുകൊണ്ട് നല്ല വേദന. കുളത്തി പിടിച്ചതാണ്. ഇവിടെ വന്നിട്ട് അങ്ങനെ ഇരുന്നതാണ്. പൂരം കഴിഞ്ഞ് വന്നിട്ട് അങ്ങനെ ഇരുന്നതാണ്. പെട്ടെന്ന് മിന്നി മുതുവൊക്കെ ഇങ്ങനെ ഉളുക്കി പിടിച്ചിരിക്കുകയാണ്. എന്നിട്ടും വയ്യാത്തോടത്താണ് ബൈക്ക് എടുത്തിട്ട് ഒക്കെ പോയത്. കാരണം നമുക്കൊരു കിട്ടുന്ന പണി കളയാൻ പാടില്ല. നമ്മൾ വിശ്വസിച്ച് ഏൽപ്പിച്ച ആളുകളെ വിഷമിപ്പിക്കാനും പാടില്ലല്ലോ. അപ്പം ഇന്ന് അഡ്വാൻസൊക്കെ വാങ്ങിയിട്ട് വന്നൊരു ദിവസമാണ്. ഇനിയിപ്പോൾ നാളെ നമുക്ക് കല്ല് അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇതാക്കണം, റെഡിയാക്കണം. ഇനിയിപ്പോൾ അതിൻ്റെ ഓട്ടപ്പാച്ചിലുകളാണ്. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് വീഡിയോ ചെയ്യാനൊന്നും സമയമില്ല. പക്ഷേ നമ്മുടെ ഫേസ്ബുക്കിൻ്റെ റീച്ചൊന്നും കളയാൻ പാടില്ല വെച്ചിട്ടാണ് ചെയ്യുന്നത്. വലിയ വീഡിയോ ഇടുമ്പോഴാണ് നമുക്ക് റീച്ച് കൂടുതൽ കിട്ടുക. ചെറിയ വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല. അത് യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും. അതായത് നിങ്ങളും ഒക്കെ ചാനലൊക്കെ ചെയ്യാം, പേജൊക്കെ ചെയ്യാം. ഒരു വരുമാനം, ചെറിയൊരു വരുമാനമൊക്കെ കിട്ടി തുടങ്ങും. ഞങ്ങൾക്ക് ചെറിയ വരുമാനമൊക്കെ കിട്ടി തുടങ്ങിയതായിരുന്നു. അപ്പോഴേക്ക് വീണ്ടും അതിൻ്റെ റീച്ച് കുറഞ്ഞു പോയി. അവിടെ സ്റ്റക്കായി.
ഇനിയിപ്പോൾ ആദ്യം തുടങ്ങിയിട്ട് വേണം, ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണം, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇടുക, നിങ്ങൾ നമ്മുടെ വിശേഷങ്ങളും സന്തോഷങ്ങളൊക്കെ അറിയിക്കുക, അത്ര മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഇനി ശൈലജ പറഞ്ഞിരിക്കുന്നത് ഇനി കണ്ടന്റ് വെച്ചിട്ടുള്ള വീഡിയോകൾ ചെയ്യാൻ അവൾ അഭിനയിക്കാൻ തയ്യാറാന്ന് പറഞ്ഞു. അഭിനയിച്ച് എൻ്റെ പുല്ലെന്നാണ് പറഞ്ഞത്. ജീവിതം തന്നെ ഒരു അഭിനയമാണ് പറയുന്നത്. എന്താണ് അവ ഉദ്ദേശിച്ചത്? ഞാൻ ജീവിതത്തിൽ അങ്ങനെ അഭിനയിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എങ്ങനെയാണ് ഞാൻ അഭിനയിക്കാൻ കൊടുക്കണല്ലേ? എന്തായാലും നിന്നോടൊക്കെ പ്രത്യേകിച്ച് നന്നായിട്ട് അഭിനയിക്കാറില്ലേന്ന്? ഓ എല്ലാവരും അഭിനയിക്കുന്നവരാണ് ജീവിതത്തിൽ. ആരപ്പോൾ യഥാർത്ഥത്തിൽ ശരിക്കും ജീവിച്ച് കാണിക്കുന്നത്? ഒന്നുമില്ല. കുറച്ച് കളവുകൾ, കുറച്ച് കള്ളത്തരങ്ങളൊക്കെ ചെയ്യാത്ത ആരാൾ എല്ലാവരും ഉണ്ട്. എന്തായാലും അങ്ങനെയൊന്നും ചെയ്യാതെ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇനി ശ്രമിക്കുന്നത്. ഞങ്ങൾ സന്തോഷമായിട്ട് ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇനിയുള്ള കാലം. അതുകൊണ്ട് അമ്മയ്ക്കൊക്കെ വയസ്സായി, പാവം അമ്മ വീടാവാത്തതിൻ്റെ വിഷമങ്ങളൊക്കെ എപ്പോഴും പറയും. അപ്പോൾ എന്തായാലും വീഡിയോ അധികം വലിച്ചു നീട്ടുന്നില്ല. ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു അല്ലേ? അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം, എല്ലാവരും സന്തോഷമായിട്ടിരിക്കാം. അമ്മയും മരുമകളായിട്ട് ലഹളയൊന്നുമില്ല, നല്ല സന്തോഷമായിട്ടാണ് ഇതാകുന്നത്. വീഡിയോയിൽ അന്ന് കണ്ട പോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കൂടുതൽ നമ്മൾ ഓരോ കണ്ടന്റ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ പാട്ടുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ വരാം. 11 മണിക്ക് പോയി 1 മണിക്ക് തിരിച്ചു വന്നു. 90ാമത്തെ ടോക്കനായിരുന്നു. അമ്മയ്ക്കുള്ള ഷുഗറിനുള്ള മരുന്ന് കൂടെ എത്തിച്ചില്ല. ഭയങ്കര ലഹള ഇവിടെ. 2-3-4 പ്രാവശ്യം പോയിട്ട് തിരിച്ചു വന്നു. പഞ്ചായത്ത് ഹോസ്പിറ്റലിൽ നിന്നാണ് നമ്മൾ മരുന്ന് അവർക്ക് എത്തിക്കുന്നത്. അപ്പോൾ അത് കൊടുത്തില്ലെങ്കിൽ പിന്നെ മരുമകളോട് മുണ്ടൊന്നുമില്ല 4 ദിവസത്തിന്. പക്ഷെ അവിടെ കിട്ടാത്തതുകൊണ്ടാണ്. മരുന്ന് ഫ്രീ ഉള്ളതാണ്. നമുക്കങ്ങനെ കാശ് കൊടുത്ത് വാങ്ങാൻ ഒരുപാട് 1 മാസത്തിനുള്ള മരുന്നൊക്കെ അല്ലേ കിട്ടുക. 1 മാസത്തിനുള്ള മരുന്നൊന്നും പൈസ കൊടുത്ത് ചിലപ്പോൾ വാങ്ങാൻ പറ്റുന്ന അവസ്ഥകളായിരിക്കില്ല. എന്തായാലും ഇന്ന് അവൾ പോയി മരുന്നൊക്കെ കൊടുത്തു. ആ ഒരു ഹാപ്പിയിലിരിക്കുകയാണ്. ഗുളികയൊക്കെ കഴിച്ച് സമാധാനമായിട്ടിരിക്കുകയാണ്. വയസ്സായില്ലേ, നമ്മൾ നോക്കണ്ടേ. എന്തായാലും അമ്മയും സന്തോഷമായിരിക്കട്ടെ. നമ്മൾ കൂടെയുള്ള കാലം, നമ്മുടെ ഒപ്പമുള്ള കാലം നമ്മൾ ഇത്രയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യുന്നു ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. കാരണം ഇനി വരുന്ന തലമുറ അല്ലെങ്കിൽ ഇപ്പോഴത്തെ തലമുറയൊക്കെ അങ്ങനെയാണ്. അപ്പോൾ കൂടുതൽ വലിച്ചു കിട്ടുന്നില്ല. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക അല്ലേ? അപ്പോൾ ഈ വീഡിയോ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കണ്ട പഠിപ്പിക്കും. ഇനി വരാൻ പോകുന്ന വീഡിയോകളിൽ ഇവളങ്ങനെ അഭിനയിച്ച് തകർക്കും, എന്നെയൊക്കെ വെല്ലുന്ന രീതിയിൽ അല്ലടി? സത്യല്ലേ? നോക്കും, ഒരു കൈ നോക്കില്ലേ? നോക്കാം. അപ്പോൾ നേരത്തെ ഒരു വീഡിയോ ഇട്ടിൽ പറഞ്ഞു ചേച്ചി ഭയങ്കര കോമഡിയാണെന്നല്ല. കോമഡിയാണ്, പക്ഷേ കോമഡി മാറി ചിരിപ്പിക്കാൻ കഴിയില്ല. നമുക്ക് കരയിപ്പിക്കാൻ എളുപ്പം കഴിയും, പക്ഷെ ചിരിപ്പിക്കാൻ ഒരുപാട് സന്തോഷമാണ്. കരയിപ്പിക്കാൻ എളുപ്പം കഴിയും. അതാ പറയണത്. കോമഡിയാണ് ആള്, പക്ഷേ ആ കോമഡിയാണ് മാറിക്കഴിഞ്ഞാൽ ഭദ്രകാളിയാണ് ചില സമയങ്ങളിൽ. സഹിക്കില്ല. ഏതായാലും സന്തോഷമായിട്ടിരിക്കുക എല്ലാവരും. ഓക്കെ, ബൈ. നമ്മുടെ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.